ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെൻ്റെ കുക്കിംഗ് ചാനലൊന്നും അല്ല കേട്ടോ, എല്ലാതരം വീഡിയോ ഞാൻ അതിൽ ചെയ്യേണ്ടത്. ഇന്നിപ്പോൾ ഞാനൊരു തലയണ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലെ പഴയ തുണികൾ ഉപയോഗിച്ചിട്ട് തലയണ ഉണ്ടാക്കാം. ഇത് വീട്ടിൽ ഉപയോഗിച്ച് പഴകിയ ഒരു ബനിയനാണ്. അപ്പോൾ ഈ ബനിയൻ്റെ കൈഭാഗത്തിൻ്റെ കക്ഷം ഭാഗത്തുനിന്ന് നമുക്ക് മറ്റു സൈഡിലേക്ക് വെട്ടിക്കൊടുക്കാം. അങ്ങനെ നമുക്ക് വെട്ടി വരാം. എനിക്ക് അത്രയ്ക്ക് സ്പീഡൊന്നുമില്ല, കാരണം ഞാൻ വീഡിയോ എടുക്കണത് ഞാനാണ്. അപ്പോൾ അത്രയ്ക്ക് സ്പീഡൊന്നും എനിക്കില്ല. അപ്പോൾ നമുക്കിത് വെട്ടിയെടുക്കാം. പിന്നെ ഇത് വെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അടിയിലത്തെ തുണി മുറിയാണ്ട് വേണമല്ലോ നമ്മൾ നോക്കുക. അപ്പോൾ അങ്ങനെ നിലത്തിട്ടാണെങ്കിൽ നമുക്ക് ആ പ്രശ്നം വരില്ല. ഇപ്പം ഞാൻ വീതിയിലിട്ട കാരണം എനിക്ക് അതും കൂടെ നോക്കേണ്ടി വന്നു. അപ്പോൾ നമുക്കിതൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് കിട്ടി, ഇത് വേറൊരു ബനിയനാണ്, പഴയ ബനിയൻ. അപ്പോൾ അതിൻ്റെ നമ്മൾ ഇതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി വെട്ടിയിട്ട് നമുക്ക് തയ്ക്കാം. മെഷീനിൽ ഇതിപ്പോൾ സൈഡ് ഓപ്പൺ ആയ കാരണം ഇതിൻ്റെ 4 സൈഡും നമ്മൾ തയ്ക്കണം. അല്ലപ്പോൾ സൈഡ് ഓപ്പൺ അല്ലാത്ത ബനിയനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീതി കുറയ്ക്കണമെങ്കിൽ നീളം കുറയ്ക്കണമെങ്കിൽ മാത്രം നമുക്ക് 4 സൈഡ് തുന്നിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ 2 സൈഡ് തുന്നിയാൽ മതി. അപ്പോൾ തുന്നുമ്പോൾ എന്തായാലും 2 പ്രാവശ്യം തുന്നാൻ നോക്കുക. ഡബിൾ സ്റ്റിച്ച് ആണെന്നുണ്ടെങ്കിൽ എത്ര വേഗം അത് പൊട്ടിപ്പോയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അതിനകത്ത് തുന്നിയെടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ സൈഡും കൂടെ തുന്നിയെടുക്കുക. അപ്പോൾ നമ്മൾ 4 സൈഡ് തുന്നുമ്പോൾ ഒരു സൈഡ് നമ്മൾ കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം തയ്ക്കാൻ. കാരണം തുണികൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ നിറയ്ക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടി തുന്നിയെടുക്കണം. അപ്പോൾ ഇത് കുറച്ചും കൂടി തുന്നിയെടുക്കാം. അങ്ങനെ ഞാനത് തുന്നണുണ്ട്. ഓക്കെ, തുന്നിയിട്ടുണ്ട് ഞാൻ. 4 സൈഡിൽ ഒരിത്തിരി ഭാഗം വിട്ടിട്ട് ഞാൻ രണ്ടും ഞാൻ തുന്നിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നിങ്ങൾ കണ്ടോ, എല്ലാവരും തുന്നി ഞാനത് പുറം മറിച്ചെടുത്തു. കണ്ടോ, നമുക്ക് തുണികൾ നിറയ്ക്കാൻ വേണ്ടി മാത്രം കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ തുണികളൊക്കെ ഇല്ലേ, ഈ പഴയ തുണി നേരിട്ടിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാവും നമുക്ക് നോക്കാം. നേരിട്ടിട്ടതും മുറിച്ചിട്ടാലേ നമുക്ക് 2 തലയാണ് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടി 2 ഞാൻ എടുത്തത്. ഇത് ഞാൻ എൻ്റെ പാൻറ്റാണ്, അത് ചെറിയ പീസാക്കണുണ്ട്. പാൻറ്റ് മാത്രമല്ല, വേറെ കുറേ തുണികളുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് തലയണ ഞാൻ ചെറിയ പരമാവധി എത്രത്തോളം നിങ്ങൾക്ക് ചെറിയ പീസാക്കാൻ പറ്റുമോ അത്രയും ചെറിയ പീസാക്കി എടുക്കാം. കണ്ടോ, ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇതെൻ്റെ പാൻറ്റ് തുണി. ഇതല്ലാണ്ട് സാരിയുടെ തുണി, പിന്നെ ലൈനിങ് തുണി ഉണ്ടല്ലോ, ലൈനിങ് തുണി തന്നെ ഇഷ്ടംപോലെ വീട്ടിലുണ്ടായിരുന്നു. ഞാനൊരു ടൈലറാണ്, അതുകൊണ്ട് ലൈനിങ് തുണി ഉണ്ടായിരുന്നു. സാരി തുണിയാണ് ആ നീല കളർ കാണുന്നത്. ആ പച്ചയും വെള്ളയൊക്കെ ലൈനിങ് തുണികളാണ്. അതിനെയൊക്കെ വെട്ടി ചെറുതാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിനെ തലയണ കവറിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഞാൻ അതിനൊക്കെ നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊരു തലയണയാക്കിയിട്ടും, പിന്നെ നമുക്ക് വേറൊരു കവർ എടുത്തിട്ട് അതിൽ വലിയ പീസ് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കണമല്ലോ. അപ്പോൾ അതും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. എൻ്റെ പാൻറ്റാണ് ഞാനായിട്ട് കേട്ടോ, ഇതൊരു പാൻറ്റാണ്. പാൻറ്റൊക്കെ നമുക്ക് കുറേ കൂടി കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാണ്ടായില്ലേ. അപ്പോൾ ഞാനിത് മെഷീനിൽ തന്നെയാണ് തയ്ച്ചെടുക്കുന്നത്. എനിക്ക് മെഷീനിൽ തയ്ക്കാൻ ബുദ്ധിമുട്ടില്ല, അത് കാരണം തുണികൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തലയണ അങ്ങനെ തന്നെ ചെയ്യുക. തുന്നണവർ ഇത് മെഷീനിൽ തയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തുന്നാം. ഞാനായി ഒന്നും കൂടി വീതി നീളം കുറച്ചിട്ടുണ്ട് ഈ ബനിയൻ. അപ്പോൾ ഇത് നമ്മൾ ആ വെട്ട് കഷ്ണം ഇട്ടതാണ്, അത് നല്ല സോഫ്റ്റ് ഉണ്ട്. ഇത് കുറച്ച് ഹാർഡാണ്, വലിയ തുണികളല്ല ഇട്ടത്. ഷർട്ടൊക്കെ അങ്ങനെ ഇട്ട് കാരണം ഭയങ്കര ഹാർഡാണ്. നേരെ മറിച്ച് ഇത് തൊടുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇത് നല്ല സോഫ്റ്റാണ്. ചെറിയ പീസാക്കിയതല്ലാണ്, കണ്ടോ. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യാൻ നോക്കുക. ഇതിപ്പോൾ തൽക്കാലം ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കട്ടെ, അപ്പോൾ വീഡിയോ എടുക്കാൻ എടുത്തതാണ്. ഇനി തല ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ചെയ്യില്ല, ചെറിയ പീസാക്കിയിട്ട് തന്നെ എടുക്കുള്ളൂ. ഞാനതിന് തലയണ കവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ രണ്ടും തലയണ കവർ ഇട്ട് കൊടുത്തു. ഇത് ഞാൻ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, 100 രൂപയ്ക്ക് 3 എണ്ണം തൊട്ട് അങ്ങനെ വാങ്ങിയ തലയണ കവറാട്ടോ. കേട്ടോ, മിക്കി മൗസിൻ്റെ തലയണ കവർ. നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. എല്ലാവരും ട്രൈ ചെയ്യൂ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.